കൊച്ചിയുടെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ലൊക്കേഷനാണ് എടപ്പള്ളി. അവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റ് ആയിട്ടാണ് ഫൈൻ ഡേ ഹോംസ് വന്നിരിക്കുന്നത്. അപ്പം അതൊരു ലക്ഷറി പ്രൊജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു 1 ഏക്കർ 83 സെന്റിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് അല്ലേ? ലുലുമാളിന്റെ വളരെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. There is not much villa project inside the city, yes. But then there is a huge demand for villas and less in supply. Yeah. So we did quite a bit discussions on this, and then we thought we come up with a luxury project. Okay. നമുക്ക് 3 ടൈപ്പ് വില്ലാസ് ആണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് ഒരു 3700 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയ യൂണിറ്റ്, പിന്നെ ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ 4900 സ്ക്വയർ ഫീറ്റ്, ആൻഡ് ടൈപ്പ് സി എന്ന് പറയുന്നത് 5800 സ്ക്വയർ ഫീറ്റ് യൂണിറ്റ്സ് ആണ്. ബട്ട് ഈച്ച് യൂണിറ്റ് ഹാസ് 3 ഫ്ലോർസിലായിട്ടാണ്, 3 നിലയായിട്ടാണ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ഫ്ലോർ വിൽ ആക്ട് ആസ് a parking floor where we can accommodate at least 4 to 5 car parks. അതാണ് എനിക്ക് തോന്നുന്നു മറ്റ് വില്ല പ്രോജക്ട്സിന് ഇതിന്റെ ഏറ്റവും വലിയൊരു USB എന്ന് തോന്നുന്നു അല്ലേ? കാരണം ഒരു വില്ലയുടെ ഉള്ളിൽ നമുക്ക് 4-5 കാർ പാർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ? ഹായ് ഹസീം. ഹായ് നിമി. ആക്ച്വലി നമ്മളിപ്പം എടപ്പള്ളി എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കൊച്ചിയുടെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ലൊക്കേഷനാണ് എടപ്പള്ളി. അവിടെ എനിക്കിപ്പോൾ വരുന്ന എൻക്വയറീസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ വില്ല പ്രോജക്ട്സിനാണ്. അപ്പോൾ അവിടെ ശരിക്കും ഡിമാൻഡ് ഭയങ്കര കൂടുതലും സപ്ലൈ ഭയങ്കര കുറവുള്ള ഒരു ലൊക്കേഷനാണ്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റ് ആയിട്ടാണ് ഫൈൻ ഡേ ഹോംസ് വന്നിരിക്കുന്നത്. അപ്പം അതൊരു ലക്ഷറി പ്രൊജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു 1 ഏക്കർ 83 സെന്റിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് അല്ലേ? ലുലുമാളിൻ്റെ വളരെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിയൽ എസ്റ്റേറ്റിൽ എന്തായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടൊരു വില്ല പ്രോജക്റ്റിലേക്ക് എത്തിയത്? അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രോജക്റ്റിലേക്ക് പോകാം. ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ജേർണി സ്റ്റാർട്ട്സ് ഫ്രം early 90s. ഓക്കെ, ഞങ്ങൾ സ്റ്റാർട്ടിങ് ഒരു കമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ആയിട്ട് എറണാകുളത്ത് ആണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ എറണാകുളത്ത് വിവിധ സ്ഥലങ്ങളിൽ കമേഴ്ഷ്യലും റെസിഡൻഷ്യലും ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞ ഫാദർ ആണെന്ന് തോന്നുന്നു റിയൽ എസ്റ്റേറ്റിലേക്ക് അല്ലേ എല്ലാവരെയും കൊണ്ടുവന്നത്. അപ്പം ഫാദറാണ് മിസ്റ്റർ ടി പി അബ്ദുൽ ഖാദർ. ഹി ഈസ് ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ നമ്മളുടെ കമ്പനി ഫൈൻ ഡേ ഹോംസ്. ഐ ആം ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സോ വി ഹാഡ് നമുക്ക് ഇങ്ങനൊരു ലാൻഡ് പാർസൽ എടപ്പള്ളിയിലുണ്ടായിരുന്നു. സോ ബീങ് വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ട് ഔട്ട് ഏരിയ, അല്ലെ ഒരു എക്സ്പെൻസീവ് ഏരിയ, ഞങ്ങൾ വി വാണ്ടഡ് ടു ബ്രിങ് അബൌട്ട് ഒരു ഗുഡ് പ്രൊജക്ട്. സോ ഞങ്ങളതിൽ കുറേ ഡിസ്കഷൻസും കുറേ മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ വാട്ട് വി റിയലൈസ്ഡ് ഇസ് there is not much villa project inside the city, yes. But then there is a huge demand for villas and less in supply. Yeah. So we did quite a bit discussions on this, and then we thought we come up with a ലക്ഷറി പ്രൊജക്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്ട് ആയിട്ട് നമ്മുടെ ആർക്കിടെക്ട് ആയിട്ട് ഡിസ്കഷൻ നടത്തി. ഞങ്ങൾ ആർക്കിടെക്ട് ശില്പി ആർക്കിടെക്ട്സ് സെബാസ്റ്റ്യൻ സാർ. അപ്പോൾ വി ടോൾഡ് നമുക്ക് നല്ലൊരു പ്രൊജക്ട് കൊണ്ടുവരണം, സംതിങ് ബെസ്റ്റ് ഇൻ ക്ലാസ്, സംതിങ് യുണീക്ക്. അങ്ങനെ നമ്മൾ അതിൽ കുറേ ഡിസ്കഷൻസ് ആയിരുന്നു. വി കെം അപ്പ് വിത്ത് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്, ഒരു 20 villas in 1.83 acres. സോ വി അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എടപ്പള്ളി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിങ്ങളൊരു വില്ല കൊണ്ടുവരാന്നുള്ള ഒരു തീരുമാനം ശരിക്കും നല്ലൊരു ഡിസിഷനാണ്. കാരണം നമ്മൾ ഒത്തിരി വർഷമായിട്ട് നമ്മളൊക്കെ റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും കമേഴ്ഷ്യൽ ലാൻഡ് വാല്യൂ ഉള്ള ഒരു ലൊക്കേഷനിലാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 20 വില്ലാസ് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വില്ലയുടെ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എനിക്കറിയാം. അതായത് ഹൈവേന്ന് ആകെ 200 മീറ്ററേ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നുള്ളൂ. എന്നാലും അതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ പ്രൊജക്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആസ് നിമ്മി പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷനാണ്. ഇത് വന്നിട്ട് NH66 നിന്ന് 180 മീറ്റേഴ്സ്, ലുലു എടപ്പള്ളി ജംഗ്ഷൻ നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ്. ഇത് 1.83 ഏക്കേഴ്സ് ആണ്. ഇതിന് ഒരു 70 മീറ്റർ ഫ്രണ്ടേജ് റിവർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്. അതിലാണ് നമ്മളുടെ കോമൺ ഏരിയയും അമ്യൂണിറ്റീസും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ടോട്ടൽ 183 സെൻസിൽ വി ഹാവ് പ്രൊവൈഡഡ് 65 സെൻസ് ഫോർ റോഡ്സ് ആൻഡ് കോമൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹസീം പറഞ്ഞു നമ്മുടെ ഈ ഒരു ഹൈവേന്ന് 180 മീറ്റേഴ്സ് ആണ് വരുന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഇതിന്റെ ഏറ്റവും അടുത്ത ലാൻഡ് മാർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ലുലു
ആസ്റ്റർ, അതുപോലെ തന്നെ അമൃത, സൈമർ അല്ലേ, ഇവിടേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5 to 10 minutes നമുക്ക് ഈ പറഞ്ഞ എല്ലാ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അല്ലേ? അതെ, ഈ നമ്മളുടെ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഈ പറയുന്ന ആസ്റ്റർ ആണെങ്കിലും അമൃത ആണെങ്കിലും ഒക്കെ ഒരു 5 to 10 minutes ഡ്രൈവേ മാക്സിമം വരുന്നു. പിന്നീടല്ലോ അസീമെ, നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 65 സെൻസോളം നമ്മൾ ഇതിന് വിട്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്തിനൊക്കെയായിരുന്നു ആ ഒരു 65 സെൻസ് നമ്മൾ വിട്ടിട്ടുള്ളത്? ഞങ്ങളുടെ ഇതിൽ ഇന്റേണൽ റോഡ്സ് വരുന്നത് 9 മീറ്ററും 6 മീറ്റേഴ്സുമാണ്. പിന്നെ നമ്മുടെ റിവർ ഫ്രണ്ട് വരുന്ന കോമൺ ഏരിയ ആൻഡ് ക്ലബ് ഹൗസ്, ഈ ടോട്ടൽ ഏരിയ കംസ് അണ്ടർ ദിസ് 65 സെൻസ്. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ വരുന്നത് അല്ലേ? അതുപോലെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പം എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ടാണ് നമുക്ക് വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 3 ടൈപ്പ് വില്ലാസ് ആണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് ഒരു 3700 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയ യൂണിറ്റ്. പിന്നെ ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ 4900 സ്ക്വയർ ഫീറ്റ്. ആൻഡ് ടൈപ്പ് സി എന്ന് പറയുന്നത് 5800 സ്ക്വയർ ഫീറ്റ് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഈച്ച് യൂണിറ്റ് ഹാസ് എ ത്രീ ഫ്ലോർസിലായിട്ടാണ്, 3 നിലയായിട്ടാണ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ഫ്ലോർ വിൽ ആക്ട് ആസ് എ പാർക്കിംഗ് ഫ്ലോർ വേർ വി കൻ അക്കോമഡേറ്റ് അറ്റ്ലീസ്റ്റ് 4 to 5 കാർ പാർക്സ്. അതാണ് എനിക്ക് തോന്നുന്നു മറ്റ് വില്ല പ്രോജക്ട്സിന് ഇതിന്റെ ഏറ്റവും വലിയൊരു USP എന്ന് തോന്നുന്നു അല്ലേ? കാരണം ഒരു വില്ലയുടെ ഉള്ളിൽ നമുക്ക് 4-5 കാർ പാർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യം. എറണാകുളം പോലത്തെ സിറ്റിയിൽ പാർക്കിംഗ് ഇസ് challenge. So we are trying to address that issue. Where we can provide at least 4 to 5 car parks per unit. ഒരു യൂണിറ്റിൽ നമുക്ക് മിനിമം 4 to 5 കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് 3700 ആണ്. ഏറ്റവും വലുതെന്ന് പറയുന്നത് 5800 വരെ നമുക്ക് വരുന്നുണ്ട് 20 യൂണിറ്റ്സിൽ അല്ലേ? അപ്പൊ നമുക്ക് ലാൻഡ് ഏരിയ എത്ര സെന്റ് തൊട്ടാണ് വരുന്നത്? നമ്മളുടെ ഒരു ടിപ്പിക്കൽ യൂണിറ്റ്, ഒരു ടൈപ്പ് എ എന്ന് പറയുന്ന 3700 യൂണിറ്റ്, ആ യൂണിറ്റിന് അറൌണ്ട് 8 സെൻസ് ലാൻഡ് ആണ് ഇൻക്ലൂഡിംഗ് UDS വരുന്നത്. അങ്ങനെ ബി ടൈപ്പ് യൂണിറ്റ്സ് വരുമ്പോൾ അത് 10 സെൻസും സി ടൈപ്പ് യൂണിറ്റ്സ് വരുമ്പോൾ അത് 12 സെൻസിന് അടുക്കേം വരും. UDS ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ലാൻഡ് ഏരിയ ശരിക്കും എടപ്പള്ളി നമുക്ക് ഒരു വില്ലയ്ക്ക് വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എത്ര തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് യൂണിറ്റ് ടൈപ്പ് എ സീരീസ് 3700 സ്ക്വയർ ഫീറ്റ്, അത് 3.48 crores onwards ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് എത്ര വരെ നമുക്ക് പോകുന്നുണ്ട്? It stretches up to 5.48 crores for our type C villa. ഏറ്റവും വലുതിന് 5.4 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വില്ലയുടെ പ്രൈസിങ് വരുന്നത് അല്ലേ? ഹസീമെ, ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ അതില് ഹസീം പറഞ്ഞു ഇപ്പോൾ 1.83 ഏക്കേഴ്സിൽ ഓൾമോസ്റ്റ് 65 സെൻസോളം നമ്മൾ കോമൺ ഏരിയയും റോഡൊക്കെ ആയിട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു മേജർ അമ്യൂണിറ്റീസ്, അതുപോലെ ഇതിന്റെ ഒരു മേജർ സ്പെക്ക് എന്താണ് ഈ പ്രോജക്റ്റിന്റെ, അതൊന്ന് പറയാമോ? ഓക്കെ, നമ്മളുടെ ക്ലബ് ഹൗസ് വരുന്നത് റിവർ ഫേസിംഗ് ആണ്. 4200 സ്ക്വയർ ഫുട്ട് ഏരിയ. നമുക്ക് ഒരു ഫ്ലോറിൽ വന്നിട്ട് ജിം, ഒരു ഫ്ലോറിൽ അസോസിയേഷൻ റൂം, സ്പാ ഫെസിലിറ്റി, ആൻഡ് ദെൻ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റ് പൂൾ. അതാണ് നമ്മുടെ ക്ലബ് ഹൗസിൽ വരുന്നത്. ഇൻഡോർ ഗെയിംസ് ഏരിയ ഓൾസോ. പിന്നെ നമുക്ക് റിവർ ഫേസിംഗ് ആയിട്ട് വരുന്ന ഒരു 18 സെൻസിൽ വി ആർ പ്രൊവൈഡിങ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഒരു ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ട്, പിക്കൽ ബോൾ കം ബാഡ്മിന്റൺ കോർട്ട് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. entire road area is landscaped by the sides of it. Complete ചെയ്തിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആർക്കിടെക്ട് സെബാസ്റ്റ്യൻ സാറാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിംഗിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏത് പ്രോജക്റ്റ് എടുത്താലും ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു മേജർ അമ്യൂണിറ്റീസ് ആയിട്ട് വരുന്നത് അല്ലേ? അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒരു സ്പെക്ക് എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന മേജർ സ്പെക്സ് ഒന്ന് പറയാം? ഓക്കെ, നമ്മളുടെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മേജർ ഏരിയ വരുന്നത് കുറെ ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വിൻഡോ സിസ്റ്റംസ് എന്ന് പറയുന്നത് ടോസ്റ്റം എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സെയിന്റ് ഗോബൈൻ ഗ്ലാസസ്. ഞങ്ങളുടെ ഈ സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് VNB എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഹാൻസ് ഗ്രോഹെ. ഈ ഒരു സ്പെക്കാണ് നമ്മൾ എല്ലാ വില്ലാസിലും ഉപയോഗിക്കുന്നത്. സ്വിച്ചസ് ആണെങ്കിൽ ലിഗ്രാൻഡ്, ഷ്നൈഡർ ഈക്വലന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ടൈൽസ് ആണെങ്കിൽ സിംപോളോ, ആ ഒരു ഈക്വലന്റ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു വുഡൻ ആയിട്ടുള്ള ഫ്ലോറിംഗ് ലൈറ്റ് വെൽ ഏരിയ, ഒരു യൂണിറ്റിൽ ഒരു ലൈറ്റ് വെൽ ഏരിയ വരുന്നുണ്ട്. ബേസിക്കലി ഒരു ഓപ്പൺ സ്പേസ് വരുന്നത്, അത് നമ്മൾ വുഡൻ ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും പ്രീമിയം ആയിട്ടുള്ള ആ ഒരു സ്പെക്സും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യണത്. ഈവൻ ഞങ്ങളുടെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹസീം, ഇതിൽ 20 വില്ലകളാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ എത്ര എണ്ണം നമുക്ക് സെയിൽ നടന്നിട്ടുണ്ട്? നമ്മൾ 30% sold out and then we have very good enquiries.
സോ ദാറ്റ്സ് അബൌട്ട്. എനിക്ക് തോന്നുന്നു എടപ്പള്ളി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ അതിനെ കോമ്പറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. കറന്റ്ലി നമുക്ക് വേറെ പ്രൊജക്ട്സ് വില്ല പ്രൊജക്ട്സ് ഇല്ല. ആൻഡ് ദെൻ ഐ ബിലീവ് ഒരു വില്ല പ്രൊജക്ട് അത്രയും ഏരിയ എടുത്ത് ചെയ്യാൻ ഇറ്റ് മൈ ബി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ഓൾസോ. അതെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ഓൺ ലാൻഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റിയത്. സാധാരണ രീതിയിൽ നമ്മളൊരു വില്ല പ്രോജക്ട്സിലേക്ക് പോകുമ്പോൾ കൂടുതലും ജോയിന്റ് വെഞ്ചർ ലാൻഡുകളിലായിരിക്കും, കാരണം അവിടെ അത്രയും റേറ്റ് കൂടുതലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു ഓൺ ലാൻഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ദാറ്റ്സ് റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രീമിയം പ്രോജക്റ്റ് തന്നെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലീഗൽ സൈഡ്, അപ്പം അത് എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് വി ഹാവ് ഗോട്ട് ഓൾ അപ്രൂവൽസ് ഇൻ പ്ലേസ്. ഞങ്ങൾക്ക് ഇറ്റ്സ് എ റെറ രജിസ്റ്റേർഡ് പ്രൊജക്ട്. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ് പ്രൊജക്ട് അപ്രൂവ്ഡ് ആണ്. സോ മോസ്റ്റ് ഓഫ് അവർ ക്ലയൻസ് ഹൂസ് ടേക്കൺ വില്ലാസ് ഓൾസോ യൂസ് ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ബാങ്ക് സൈഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു വില്ല എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് എടുക്കുന്നത് എപ്പോഴും അവർക്കൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനൊരു കസ്റ്റമൈസേഷൻ പോസിബിൾ ആണോ? ആക്ച്വലി കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ടു ഒരു സർട്ടൻ എക്സ്റ്റെന്റ്. ഞങ്ങളുടെ ഡിസൈൻ വന്നിട്ട് കണ്ടംപററി ഡിസൈൻ ആണ്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് സെയിം ആക്കി നിർത്തിയിട്ട് സ്ലൈറ്റ് കസ്റ്റമൈസേഷൻ ഇസ് പോസിബിൾ. എലിവേഷൻ അധികം ചേഞ്ച് വരുത്താത്ത രീതിയിലുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് പറ്റും. നമ്മൾ ഈച്ച് യൂണിറ്റ് ഇസ് 4 bedroom ഹോൾ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നമ്മളുടെ വരുന്നത്. നമുക്ക് ഒരു ലിഫ്റ്റിന് പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഒരു മൾട്ടി പർപ്പസ് റൂം, ഒരു ഐദർ ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഓഫീസ് റൂം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റൂം നമ്മൾ കാർ പാർക്കിംഗ് ഫ്ലോറിൽ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 4 bedroom കൂടാതെ ആ ഒരു റൂമും കൂടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ പ്ലാനിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമർക്ക് എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ ഓക്കെ. ഹസീമെ, നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ എന്നാണ് കംപ്ലീഷൻ ഡേറ്റ് വരുന്നത്? നമ്മുടെ ഈ പ്രൊജക്ട് കംപ്ലീഷൻ 2025 ഡിസംബർ ആണ് വരുന്നത്. നമ്മുടെ എന്തൊക്കെയാണ് ഇനി ഒരു ഫ്യൂച്ചർ പ്രോജക്ട്സ് വരുന്നത്? നമുക്ക് ഇനി ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് വരുന്നുണ്ട്. തമ്മനം പുതിയ റോഡ് ഏരിയയിൽ ബൈപ്പാസിന് ഒരു 300 മീറ്ററിൽ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം നമ്മളൊരു ലോഞ്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് അല്ലെ, ഒരു 1 year കഴിയുമ്പോൾ നമുക്കൊരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസും കൂടെ നമ്മുടെ ഈ ഒരു വില്ലയുടെ കാണിക്കാം. നമ്മൾ അതിനോട് മിക്ക വില്ല പ്രോജക്ട്സിലും ചെയ്യാറുണ്ട്. ആ ഒരു ലോഞ്ചിങ്ങിലും അതുപോലെ തന്നെ നമ്മൾ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ തീർത്തു എന്നുള്ളത് ആണല്ലോ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്കൊരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ആയിട്ടും കൂടെ വീണ്ടും ഇരിക്കാം. അപ്പം താങ്ക്സ് ഫോർ യുവർ ടൈം വന്നതിനും നമ്മളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പങ്കുവെച്ചതിനും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു നിമി. അപ്പം നിങ്ങളുടെ ചാനൽ വരാനും നമ്മുടെ പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. വീണ്ടും നമ്മൾ ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വില്ലയൊക്കെ നമ്മൾ ഫുൾ ഫിനിഷ് ആവുമ്പോൾ അല്ലേ, തീർച്ചയായിട്ടും നമുക്കൊരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാം. താങ്ക് യു.